ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ഫ്രോക്ക് പേഡ്സ് ഇടുന്നതും അതുപോലെ ക്യാൻ ലേസ് വെക്കുന്നതുമായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം ആ സ്കേർട്ട് പോർഷൻ എങ്ങനെ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും കാണിക്കാം. അതിനുവേണ്ടി ക്രൈപ്പ് ലൈനിങ്ങും പ്ലെയിൻ നെറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം യോക്ക് പാർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു പ്ലേറ്റ്സ് ഇടാൻ വേണ്ടി ഇതുപോലെ 2 ഇഞ്ച് അകലത്തിൽ കുറേ അധികം ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കുക. 4 മീറ്റർ നെറ്റ് ഫുള്ളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കണ്ടല്ലോ. അപ്പം നമുക്ക് നല്ല തിക്നെസ്സിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇനി നമുക്ക് സ്കേർട്ട് പോർഷന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ല, അംബ്രല്ല കട്ടിങ്ങിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ലെങ്ത്തിൻ്റെ അളവ് മാത്രം നമുക്ക് കറക്റ്റാക്കി എടുത്താൽ മതി. അതിലേക്ക് സീം അലവൻസ് ക്യാൻ ലേസ് വെക്കാനുള്ള സീം അലവൻസ് 2 ഇഞ്ച് ആഡ് ചെയ്യുക. അതുപോലെ യോക്കിൽ അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച്, അപ്പോൾ 2.5 ഇഞ്ച് എടുക്കുക. അതിൻ്റെ ഏറ്റവും താഴെ ക്യാൻ ലേസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഇതുപോലെയാണ് ക്യാൻ ലേസ് അറ്റാച്ച് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് 2 ഇഞ്ച് ഏറെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ഫസ്റ്റായിട്ട് നമുക്ക് ഇതുപോലെ പേഡ്സ് ഇട്ട് ചെയ്യുക. കാരണം ഒരു ലെയർ പേഡ്സ് ഇട്ടു, അതിനോട് ചേർത്ത് വേറൊന്ന് ഇതുപോലെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ 4 മീറ്റർ ഇതുപോലെയുള്ള പേഡ്സ് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് പേഡ്സ് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഒരു പീഡ്സ് അറ്റാച്ച് ചെയ്യാൻ സ്കേർട്ടിൻ്റെ പോർഷൻ എടുത്ത് ഇതുപോലെ നിവർത്തി വെച്ച് ഏറ്റവും താഴെ നിന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അങ്ങനെ മുകളിലേക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്തി ഒരു 4 ലെയർ അടയാളപ്പെടുത്താം. അപ്പം ആദ്യം നമ്മൾ താഴെ 2 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് ക്യാൻ ലേസിനുള്ള പോർഷനാണ്. കണ്ടല്ലോ, നമ്മുടെ സ്കേർട്ടിൻ്റെ ഏറ്റവും താഴെ നിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി. അത് നമുക്ക് ആ ഒരു പേഡ്സ് അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗമാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും അതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അപ്പം അടുത്ത ഭാഗവും ഇതുപോലെ മറിച്ചിട്ട് അതേ അളവിൽ അടയാളപ്പെടുത്തുക. സ്റ്റിച്ചിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ. അപ്പം പ്ലീറ്റ്സ് വെക്കാനുള്ള എല്ലാ ഭാഗവും നമ്മൾ അടയാളപ്പെടുത്തി. ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ആദ്യം നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് ഏറ്റവും താഴെ ക്യാൻ ലേസ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻ ലേസ് അറ്റാച്ച് ചെയ്യുന്നത് ഇതുപോലെയാണ്. ആദ്യം ഇതുപോലെ വെച്ച് ഒരു മടക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മടക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെയാണ് ക്യാൻ ലേസ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. കണ്ടല്ലോ, ഇതുപോലെ ഒരു മടക്ക് ക്യാൻ ലേസിൻ്റെ മുകളിലേക്ക് മടക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജ് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ക്യാൻ ലേസ് ഇതുപോലെ ഒരു മടക്കി അതിൻ്റെ എഡ്ജ് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇനി ബാക്കി വരുന്നത് കട്ട് ചെയ്ത് ആദ്യം നമ്മൾ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ പോവുക. കണ്ടല്ലോ, ഇതുപോലെയാണ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഇനി ഒരു മടക്കും കൂടി ഇതുപോലെ മടക്കി നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത
ആ ഒരു സ്റ്റിച്ചിലൂടെ തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ആദ്യം നമ്മൾ അതിൻ്റെ എഡ്ജിലായിരുന്നു സ്റ്റിച്ച് ചെയ്തിരുന്നത്. അതൊരു മടക്കും കൂടി മടക്കിയപ്പോൾ ഇതുപോലെയാണ് കിട്ടുക. എന്നിട്ട് ആ സ്റ്റിച്ചിങ്ങിലൂടെ തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിലൂടെ തന്നെ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. ക്യാൻ ലേസ് അറ്റാച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം പ്ലീറ്റ്സ് ഇട്ട ആ ഓരോ ലേസ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്യുക. ക്യാൻ ലേസിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ ഇതുപോലെ അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു പ്ലീറ്റ്സ് അധികം തിക്കില്ലാത്തത് കൊണ്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടെ തിക്കാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഏറ്റവും താഴെ ഇതുപോലെ മുഴുവനായിട്ട് ഈ ഒരു പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഏറ്റവും താഴെ ക്യാൻ ലേസിൻ്റെ മുകളിലുള്ള പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കൽ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്കെച്ച് മാർക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയ രണ്ടാമത്തെ ലെയറിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ സ്കെച്ച് മാർക്ക് കൊണ്ട് 2 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയ ലൈനിലൂടെ ഇതുപോലെ എല്ലാ പ്ലീറ്റ്സും വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 3 ലെയറാക്കി വെച്ച് കൊടുക്കുക. 3-4 ലെയറാക്കി വെച്ച് കൊടുക്കുക. മൂന്നാമത്തെ ലൈനും 4-ാമത്തെ ലൈനും 5-ാമത്തെ ലൈനും ഒക്കെ ഇതുപോലെ പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്യുക. ഈ ഒരു അംബ്രല്ല കട്ടിങ്ങുള്ള ലെയർ നമുക്ക് മുകളിലേക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ അതിന് താഴെ സാധാരണ ഫ്രില്ലിട്ട് കൊടുക്കുക. യോക്ക് പാർട്ടും എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കിട്ടി. കണ്ടില്ല, അംബ്രല്ല കട്ടിങ്ങിലുള്ള ആ പോർഷനിലുള്ള പ്ലീറ്റ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ താഴെയുള്ള സ്കേർട്ട് പോർഷനാണ് ഈ ഒരു പ്ലീറ്റ്സ്. അത് നമുക്ക് ഈ ഉടുപ്പിന് തന്നെ വെച്ച് കൊടുക്കാനുള്ളതാണ്. അതുപോലെ യോക്ക് പാർട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ, ബാക്കിൽ സിബും കയറൊക്കെ വെച്ചിട്ടുണ്ട്. യോക്ക് പാർട്ടിൽ അറ്റാച്ച് ചെയ്യുന്നതൊക്കെ എത്ര തവണ വിട്ടത് കൊണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല. കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് കമൻറ്റ് മറക്കണ്ട. ഒരു 1 ഇയർ ബേബിക്കാണ് ഈ ഒരു ഫ്രോക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.